ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എന്താ ചെയ്യുക, ശബരിമലയില് ഈ വിഷയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CPM-ന് നല്ലൊരു വെല്ലുവിളിയായിരിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. എന്റെ ഇൻഡിവിജ്വലായിട്ട് അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. മാക്സിമം അവർ പോകുന്നതിന് മുമ്പ് മാക്സിമം കക്കുക, മുക്കുക, നക്കുക, അങ്ങനെ പറയില്ലേ നമ്മൾ. അത് പറഞ്ഞതിൽ ലാംഗ്വേജിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. അതായത് വേണ്ട മറ്റേ ഇതിൽ കൈയിട്ടോ നക്കാണ്ടിരിക്കില്ല എന്ന് പറയില്ല, അങ്ങനെയൊക്കെ പറയല്ലോ പഴഞ്ചൊല്ല. എന്നാൽ മാക്സിമം കക്കുക, മുക്കുക. ഒരു ഭജന അവിടെ നടത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞിട്ട് ഒരു 8 ലക്ഷം ഉറുപ്പികയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 2 ലക്ഷം 3 ലക്ഷമാണ് അതിന് ഇത് കൊടുക്കുന്ന സമയത്ത് മാറ്റി. ഇതാണ് CPM-നെ ഒരു കാരണവശാലും CP എന്ന പാർട്ടിയെ കട്ട കാര്യത്തിലോ ഇത് കാര്യത്തിലോ പിടിക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഭജന നടത്തിയെന്നല്ല, കണക്കിൽ അങ്ങനെയല്ല. അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ. ആദ്യം ഭജന നടത്താൻ ആലോചിച്ച എസ്റ്റിമേറ്റിനെ കുറിച്ചാണ് ആ കണക്ക് എന്നാണ് പറയുന്നത്. അത് അതിൽ കണക്കിൽ ബില്ല് വൗച്ചർ വന്നിട്ടുള്ള 8 ലക്ഷം റുപ്യ. 8 ലക്ഷം റുപ്യ എങ്ങനെ ഇല്ല, അങ്ങനെ വന്നിട്ടില്ല ശ്രീ ഗോപകുമാർ. അത് ഈ കണക്കുകൾ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതും കണക്കുകൾ വ്യക്തത വരാനുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഈ 8 ലക്ഷം രൂപ അവർക്ക് കൊടുത്തായിട്ട് കണക്കിൽ പറയുന്നില്ല. അത് വ്യക്തത വരുത്തി കൃത്യമായി തന്നെ. അത് അവർ ആലോചിച്ചാണ്, എസ്റ്റിമേറ്റ് കണക്കാണ്. ഇങ്ങനെ ഒരു ഭജന സംഘത്തെ കൊണ്ടുവന്നാൽ അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അല്ല, ഇതിപ്പോ ആരോപണമാര് നമ്മള് ഈ വിഷയത്തിൽ കൂടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അവിടെ പയ്യന്നൂർ പറഞ്ഞ കണക്ക് കുഞ്ഞികൃഷ്ണൻ ബുക്ക് പുറത്തിറക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ കണക്ക് പറയാൻ പറഞ്ഞമാര്. ഈ കണക്ക് 17-ാം തീയതി പറയാന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. എല്ലാത്തിനും ഇവർക്ക് എന്ത് കാര്യം നോക്കിയാലും സ്പോൺസറാണ്. ആ സ്പോൺസർ ഉണ്ട്, ഈ സ്പോൺസർ ഉണ്ട്. ഒരു കാരണവശാലും ഇവരെ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ദേവസ്വം ബോർഡിന്റെ മണ്ടയിലിടും. ദേവസ്വം ബോർഡിന്റെ മണ്ടയിലിട്ട് ഇവർ എസ്കേപ്പ് ആവും. അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരാൾ വേറെ ഇറങ്ങും. അല്ലെങ്കിൽ ആരെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ഒരു വേദിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുമരകത്തിൽ പോയിട്ട് ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ ബുക്ക് ചെയ്യോ? അതിലവർക്ക് പണി പാളിയിരിക്കുകയാണ് ഇപ്പോ. അതായത് അതിന് ആ ഹോട്ടലിന്റെ ബില്ല് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീ ഗോപകുമാർ, അത് ആ കാര്യത്തിലൊക്കെ അത് ചെലവഴിക്കാൻ വെച്ച കാശാണോ അതോ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നൊക്കെ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. അത് ഈ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇന്നലെയൊക്കെ ആളുകൾ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് അടക്കാൻ 1 ലക്ഷം രൂപയ്ക്ക് കട്ടിൽ വാങ്ങി എന്ന് വരെ ആളുകൾ പറഞ്ഞു. പക്ഷെ അത് തെറ്റായ ഒരു പ്രചരണമായിരുന്നു. അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഈ കുമരകത്തുനിന്നും മൂന്നാറിന്നൊക്കെ അയ്യപ്പൻ ഇവിടേക്ക് അയ്യപ്പ പമ്പയിലേക്ക് വരുന്നതാണോ എളുപ്പം? അതോ അതിന്റെ അടുത്തുള്ള ഏതെങ്കിലും സാധാരണ നമ്മുടെ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് കൂടെ അല്ലേ അയ്യപ്പന്മാര് പോകുന്നത്? അയ്യപ്പന്മാരുടെ വരവിന് വേണ്ടിയല്ലായിരുന്നു പമ്പയിൽ ആണ് സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ ഈ ഇതിനെ മറികടക്കാനായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയെ മറികടന്ന് ഒരു ക്ലീൻ ചിറ്റ് വാങ്ങാനുള്ള പരിപാടിയായിരുന്നു. അതും പാളി, അതിലും കോടികൾ തട്ടിയെടുക്കുക. ശരി, ഓക്കെ. ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. അയ്യപ്പനെ മൊത്തം അടിച്ചു മാറ്റി, 18 മലയും അടിച്ച് സഹാക്കന്മാരെ പേരിനാക്കി അയ്യപ്പ സംഗമം നടത്തി കോടികൾ കെട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കട്ടിലാണ് വാങ്ങിയെന്ന് ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ കിടപ്പുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഈ കണക്ക് പുറത്ത് 6,31 ലക്ഷം രൂപയുടെ കണക്ക് വന്നപ്പോ ഇപ്പൊ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇപ്പൊ കണക്ക് പുറത്ത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയോ? ഇത് ആഡിറ്റ് റിപ്പോർട്ടിന് പോലെയല്ലേ ഇന്നലെ കണക്ക് പുറത്ത് വന്നത്. ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്ത യുവമാര് എന്ത് നടത്താനാണ് പോണേ? എവിടെയാണ് ഇന്നലെ ഉച്ചക്കഞ്ഞിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഒരുത്തനായിട്ട് എല്ലാ സഹാക്കന്മാരും കൂടെ വധിക്കുന്നുണ്ടല്ലോ. ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെയാണ് ഉച്ചക്കഞ്ഞിയുടെ കേസം പറഞ്ഞ് എത്രയും നാൾ നമ്മൾ ഇവിടെ ചർച്ച നടത്തി. അധ്യാപകര് പിരിച്ചു കൊടുക്കണമെന്നും നാട്ടുകാരെ പിരിച്ചു കൊടുക്കണമെന്നും പിരിച്ചു കൊടുക്കണമെന്നും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.